ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടിനെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം EVM ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നാണ് താൻ ആദ്യം അന്വേഷിച്ചതെന്ന് പ്രധാനമന്ത്രി. അടുത്ത 5 വർഷത്തേക്ക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച പരാതികൾ കേൾക്കാൻ കഴിയില്ലെങ്കിലും 2029 വീണ്ടും EVMനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നുവരുമെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേട്ട ആക്ഷേപങ്ങൾക്ക് കണക്കില്ല. EVMകൾ BJPക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന തരത്തിൽ പ്രതിപക്ഷം നടത്തിയ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെ പരിഹാസഭാവേന മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം EVM ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നാണ് താൻ ആദ്യം അന്വേഷിച്ചത്. 4 വൈകിട്ട് EVM മിഷന്റെ ശവസംസ്കാര ഘോഷയാത്രയാണെന്ന് കരുതിയെങ്കിലും പ്രതിപക്ഷം വായടച്ചു. ഇനി 2029 EVMനെതിരെ ആക്ഷേപം ഉയരുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. तो मैंने किसी को पूछा, यार ये तो ठीक है आंकड़े तो मुझे ये बताओ कि EVM जिंदा है कि मर गया? लेकिन 4 जून शाम आते आते उनको ताले लग गए, EVM ने उनको चुप कर दिया. ये ताकत है भारत के लोकतंत्र की, ये ताकत है भारत की निष्पक्षता की. ഭാരതത്തിന്റെ ജനാധിപത്യത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ജനങ്ങൾ വിശ്വസിക്കരുതെന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിച്ചതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ നിരന്തരം കടന്നാക്രമിച്ച കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്തിരുന്നു. ജനം, ഡൽഹി.